ഡൽഹി അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷകരെ അനുനയിപ്പിക്കാൻ സർക്കാർ വിളിച്ച നിർണായക യോഗം ഇന്ന് വൈകിട്ട് നടക്കും. 5 മണിക്ക് ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് ചർച്ച. കൂടിക്കാഴ്ച കഴിയുന്നതുവരെ സമാധാനപരമായി പ്രതിഷേധിക്കാനാണ് കർഷകരുടെ തീരുമാനം. शांति से हम आगे जाना चाहते हैं क्योंकि हमारा देश है, हमारी राजधानी है। हमारे यहाँ जो मंगा है, जो किसान आंदोलन हुआ था उसमें मनी हुई मंगें थी और हमारे को विश्वास दिलाया था। अभी 1.5-2 साल हो गया, हमारी मांगों के ऊपर कोई गौर नहीं किया गया। अभी चौना है, चौना दोबारा जितने का ऐलान हो रहा है कि हमने तीसरी बार सरकार बनाना है, मोदी सरकार। पर हमारे को केंद्र सरकार ने 2 बार पहले मीटिंग दिया, उसमें भी कुछ नहीं निकाला। आज हम जरा 13 तरीक इधर बैठे हैं, 13 तरीक से लेकर 2 दिन हो गए, हमारे ऊपर अथरू गैस गोला गोली सब कुछ फेंक रहे हैं। हमारे सैकड़े से जो लोग हैं जो जख्मी हो गए हैं। ശംഭു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, ഇന്ന് വൈകിട്ടത്തെ ചർച്ച പ്രധാനപ്പെട്ടതാണ്. BJPയുടെ പല MPമാരും കേന്ദ്ര സർക്കാരിനോട്, കൃഷിമന്ത്രിയോട് ഈ പ്രശ്നം തീർക്കണം, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചേക്കുമെന്ന ആശങ്കയുണ്ട് അവർക്ക് എന്ന് പറഞ്ഞു എന്ന് ചില ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ? ഇവരുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടവ അംഗീകരിച്ച ഒരു ഒത്തുതീർപ്പിന് കേന്ദ്രം വഴങ്ങിയേക്കുമോ? കൃഷി മന്ത്രാലയം വഴങ്ങിയേക്കുമോ? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ചണ്ഡീഗഡിൽ വെച്ച് സർക്കാരും അതോടൊപ്പം തന്നെ കർഷകരും തമ്മിൽ ചർച്ച നടക്കാനിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും താങ്ങുവിലയിൽ ഒരു ഉറപ്പ് നൽകണം, നിയമനിർമ്മാണം എന്ന കാര്യത്തിൽ ഉറപ്പ് നൽകണമെന്ന ആവശ്യം തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഉറപ്പ് നൽകിയില്ല എങ്കിൽ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ ശംഭു അതിർത്തിയിൽ സമാധാനപരമായി തന്നെയാണ് സമരം മുന്നോട്ട് പോകുന്നത്. കൂടുതൽ കർഷകർ ശംഭു അതിർത്തിയിൽ എത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ബാരിക്കേഡുകൾ മറികടക്കാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ളൊരു നീക്കമോ കർഷകരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. വൈകിട്ട് 5 മണിവരെ സമാധാനപരമായി തുടരും. ചർച്ച പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് കർഷകർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശംഭു അതിർത്തിയിൽ കൂടുതൽ കർഷകർ, പഞ്ചാബിൽ നിന്ന് കൂടുതൽ കർഷകർ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിയാനയിലേക്ക് കടക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും പോലീസും സ്വീകരിച്ച് ഇവിടെ തയ്യാറായിരിക്കുന്നു. പോലീസും കേന്ദ്രസേനയും ഇവിടെ വിന്യസിച്ചുകൊണ്ടാണ് ഹരിയാന പോലീസ് ഇപ്പോൾ ഈ ഒരു മാർച്ചിനെ തടയാൻ ശ്രമിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം വലിയ സംഘർഷം ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകം പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള നടപടികൾ കർഷകരുടെ ഭാഗത്തും സ്വീകരിച്ചു വരുന്നുണ്ട്. എന്തായാലും വൈകിട്ട് 5 മണിക്കത്തെ നിർണായക യോഗം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ ഡൽഹിയിലേക്ക് കർഷകർ നീങ്ങുകയുള്ളൂ. ഈ ചർച്ചയിലൂടെ കർഷകരുടെ സമരത്തെ നിതിൻ, ഇന്ന് ഈ കർഷക സംഘടനാ നേതാക്കൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടുവല്ലോ സമരവേദിയിൽ. എന്തൊക്കെയാണ് അവർ സൂചിപ്പിക്കുന്നത്? എത്ര പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ചർച്ചകളിൽ? നേരത്തെ പ്രധാനമന്ത്രി തന്നെ ഇതിൽ ഇടപെടണം, കൃഷി മന്ത്രാലയത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രി നൽകണം എന്നൊക്കെ ഈ നേതാക്കൾ, കർഷക സംഘടനാ നേതാക്കളൊക്കെ പറഞ്ഞിരുന്നു. നാളെ ഇപ്പോൾ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് മറ്റു കർഷക സംഘടനകളും. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കാം വൈകിട്ട് ചർച്ചയിൽ? വിജയകുമാർ, 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതോടൊപ്പം തന്നെ താങ്ങുവിലയിൽ നിയമനിർമ്മാണം എന്നൊരു ആവശ്യം തന്നെയാണ് കർഷകർ കഴിഞ്ഞ ആദ്യത്തെ കർഷക സമരത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ താങ്ങുവിലയിൽ ഒരു കൃത്യമായ നിലപാട് അല്ലെങ്കിൽ കൃത്യമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ അന്ന് ഉറപ്പ് നൽകിയെങ്കിൽ പോലും പിന്നീട് അതിന്റെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് കർഷകർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് കേവലം ഒരു ഉറപ്പിനപ്പുറം എന്ത് നടപടി സ്വീകരിക്കും എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം നൽകണം എന്ന് തന്നെയാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അതിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ സമയമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും ശരി നിതിൻ, എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിക്ക് പ്രധാനപ്പെട്ട ചർച്ച നടക്കുന്നുണ്ട്. ചണ്ഡീഗഡിലെ പഞ്ചാബ് ഭവനിലാണ് കൃഷിമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ ചർച്ച നടക്കുന്നത്. പ്രശ്ന പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നാളെ മുതൽ കടുത്ത സമരം എന്നതാണ് കർഷക സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഭാരത് ബന്ദ് ഇല്ല, പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെയായി നാളെ ആ ദിവസം അങ്ങനെയാണ് കേരളത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി കർഷക സംഘടനാ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്.